എടാ മോനെ, വെൽക്കം ടു ടോക്കിംഗ് വിത്ത് ക്യാൻ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം വിഷ്ണു പുത്തിലത്താണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇന്ന് നമുക്കറിയാം എന്താണ് ഉത്തരമെന്ന്. അതെ, ഈയിടെ ഒരു പുതിയ പോളിസി വന്നു. നമ്മൾ സ്റ്റഡി പെർമിറ്റ് പീരീഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് നമ്മുടെ പി ആറിലേക്ക് അത് കൗണ്ട് ചെയ്യുമെന്ന്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് നല്ലൊരു പോളിസിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ആയതേ ഉള്ളൂ. ഇതിലും മുമ്പത്തെ മാതിരി ഇപ്പോൾ ഒരു കുട്ടി ഫുൾ ടൈം പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന ടൈമിൽ അവർക്ക് എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യാൻ പറ്റുകയായിരുന്നില്ല മുമ്പത്തെ ടൈം നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇനി ഈ ഒരു പുതിയ പോളിസിയിൽ പറയണത്, ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ലാസ്റ്റ് ജാനുവരിയിൽ വന്നു, സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് വരയ്ക്ക് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് കോഓപ്പിൽ കയറി, അല്ലെങ്കിൽ ദ പേഴ്സൺ ജസ്റ്റ് കണ്ടിന്യൂഡ് വർക്കിംഗ് ഫുൾ ടൈം ദെയർ. അത് കഴിഞ്ഞ് ജാനുവരിയിൽ ഇപ്പോൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ആ കുട്ടി ഇപ്പോൾ ഡിസംബറിൽ പോയി ഇപ്പോൾ പി ആറിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് 1 ഇയറിൻ്റെ CC എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഫ്രം വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ തുടങ്ങിയിട്ട്. പക്ഷേ അത് അല്ലാണ്ട് ലാസ്റ്റ് ഇയർ ഇപ്പോൾ കുട്ടി സ്റ്റഡി പെർമിറ്റ് ടൈമിൽ ജോലി ചെയ്ത ടൈം കൂടിയിട്ട് 1 ഇയർ FSW കൺസിഡർ ചെയ്യുക. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, ഇറ്റ് നീഡ് ടു ബി എ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ്. പറഞ്ഞാൽ ഒരു നോക്കോഡ് അല്ലെങ്കിൽ TS 012 തന്നെ ഫുൾ ടൈം 12 മാസം ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് കൗണ്ട് ആവുള്ളൂ. അതിലൊരു ക്യാച്ച് എന്ന് പറയുന്നത്, അത് CCയിലല്ല കൺസിഡർ ആവുന്നത്, അത് FSWൻ്റെ അണ്ടറല്ല കൺസിഡർ ആവുന്നത്. സോ ഇപ്പോൾ ഒരു കുട്ടി പഠിച്ചു, 1 വർഷം പഠിച്ചു, ഫുൾ ടൈം എക്സ്പീരിയൻസ്, പിന്നെ ഒരു 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് എടുത്തു, CCൻ്റെ 40 പോയിന്റും 1 വർഷത്തെ 26 പോയിന്റ് FSWന് കിട്ടിയിട്ട് ടോട്ടലി സിറ്റിംഗ് അറൌണ്ട് 66 പോയിന്റ്സ് അണ്ടർ ദ എക്സ്പ്രസ് എൻട്രി. ഇതൊരു നല്ലൊരു പോളിസി ചേഞ്ച് ആണ്, വിച്ച് ഇസ് ഗോണ ബി ഹെൽപ്ഫുൾ ഫോർ ദോസ് ഇൻഡിവിജ്വൽസ്. അവർ ഫുൾ ടൈം ആയിട്ട് ഹെൽത്ത് കെയർ സ്കിൽഡിൽ അല്ലെങ്കിൽ TS 012 ജോലി ചെയ്ത കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര നല്ല ന്യൂസാണ്. ബിക്കോസ് ദിസ് ഇസ് ഗോണ ഗെറ്റ് ദം 26 പോയിന്റ്. എല്ലാ പോയിന്റും ഇപ്പോൾ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ടൈമാണ് ബിക്കോസ് ഓഫ് ദ ഹൈ CRS പോയിന്റ്. ഈ ഒരു 26 പോയിന്റ് ഡെഫിനറ്റ്ലി മേക്ക് ലോട്ട് ഓഫ് PR അപ്രൂവൽസ് വെരി സോൺ. നമ്മൾ ആവേശത്തിൽ കണ്ട പോലെ പഠിക്കാൻ വന്നിട്ട് പഠിക്കാതെ നടന്നു, പക്ഷേ എന്നിട്ട് ജോലി ചെയ്തു. അത് ഇതുമായിട്ട് നമ്മൾ എന്ത് പറയാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പഠിക്കാണ്ട് ഇരുന്നിട്ട് ഫെയിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാമായിരുന്നു ആസ് പെർ ദ ലാസ്റ്റ് പോളിസി. ഇപ്പോൾ നിങ്ങൾ ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിൽ, പക്ഷേ ഇപ്പോൾ ഒരു കുട്ടി വന്നു ആവശ്യത്തിന് പറഞ്ഞ മാതിരി വേറെ ഒരു ട്രാക്കിൽ പോയി പഠിച്ചില്ല, അവർ ഫുൾ ടൈം ജോലി പോലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവർ ഫുൾ ടൈം ജോലി കാണിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർക്ക് മിസ്റെപ്രസെൻറ്റേഷനും അവർ ഡീപ്പോർട്ടേഷനിൽ പോകും. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടി പ്രോപ്പർലി ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആയിരുന്നു, അതിൻ്റെ കൂടെ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു, ജോലിയും ചെയ്തുകൊണ്ടിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് TS 012 ആ കുട്ടികൾക്കാണ് ഇതൊരു ന്യൂസ് പോസിറ്റീവായിട്ട് വരുന്നത്. സോ അമ്പണ്ണം പറയുന്ന പോലെ തന്നെ പഠിക്കാൻ വന്നെങ്കിൽ പഠിക്കുക മാത്രം, അല്ലെങ്കിൽ ആ ലാസ്റ്റിൽ നമ്മൾ ക്ലൈമാക്സ് ആണ് ചൂരലെടുത്ത് ഓടുക. ഓക്കെ. സോ കോപ്പിന് എന്താ നമുക്ക് കാണുന്നത്? കോപ്പ് സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമല്ലോ. സോ കോപ്പിലെ അതും കൗണ്ട് ചെയ്യുമോ? ഇപ്പോൾ ഈ ഒരു റെഗുലേഷൻ പറയണത് സ്റ്റുഡൻറ്റ് വിസയിലുള്ള എല്ലാ എക്സ്പീരിയൻസും കൗണ്ട്. സോ ഇപ്പോൾ നമ്മളൊരു കോപ്പ് നോക്കുകയാണെങ്കിൽ അത് ബേസിക്കലി സ്റ്റഡി പെർമിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡ്യൂറേഷൻ ആണ്. സോ ഇപ്പോൾ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്തു, അവിടെ തന്നെ കോപ്പിലും വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തു, ആ ഒരു ഡ്യൂറേഷൻ 1 ഇയർ ആണെങ്കിൽ FSWയിൽ 26 പോയിന്റ് എന്തായാലും കിട്ടിയിരിക്കും. അടുത്തൊരു ചോദ്യം, ഒരാൾക്ക് OMP പ്രൊഫൈലും വേണം, എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലും വേണം? ആവശ്യമില്ല, ബട്ട് അഗൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ആ കുട്ടി ഇടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീം അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി ബേസ്ഡ് PNP സ്ട്രീം ഇടുകയാണെങ്കിൽ അവർക്ക് PNP പ്രൊഫൈൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആദ്യം എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അതിന്ന് EOI വന്നാൽ മാത്രം അവർക്കൊരു PNP പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് 600 പോയിന്റ് എടുത്ത് കഴിഞ്ഞിട്ട് എക്സ്പ്രസ് എൻട്രിയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇൻവിറ്റേഷനിൽ അവർക്ക് ഡ്രോ വന്നിട്ട് പിന്നെ എക്സ്പ്രസ് എൻട്രി വഴി കൊടുക്കും. പക്ഷേ ഇപ്പോൾ നമ്മളൊരു നോൺ എക്സ്പ്രസ് എൻട്രി ബേസ്ഡ് PNP നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ജോബ് ഓഫർ സ്ട്രീം, ഇൻ ഡിമാൻഡ് സ്ട്രീം, സ്കിൽഡ് വർക്കർ സ്ട്രീം, സെമി സ്കിൽഡ് വർക്കർ സ്ട്രീം, അങ്ങനത്തെ സ്ട്രീം നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്രം കുട്ടികൾക്ക് ആദ്യം PNP സ്ട്രീം ഉണ്ടാക്കണം. സോ ഇപ്പോൾ ഒണ്ടാരിയോയിലാണെങ്കിൽ OINP പോർട്ടൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മുടെ എക്സ്പ്രസ് എൻട്രി ആയിട്ട് ഒരു റിലേഷനും ഇല്ല. സോ ആദ്യം അവരിപ്പോൾ ഈ ഒരു സ്ട്രീമിൽ പോവുകയാണെങ്കിൽ അവർ PNP സ്ട്രീം ഉണ്ടാക്കിയിട്ട് ദെൻ ദേ ഹാവ് ടു വെയിറ്റ് വെൻ ദ നെക്സ്റ്റ് ഡ്രോ ഇസ് ഗോണ കം. അടുത്ത ഡ്രോ എപ്പോഴാണോ വരുന്നത് ആ ഡ്രോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൽ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ PNP അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ PR പോർട്ടൽ വഴി കൂടെ അവർക്ക് PR സബ്മിറ്റ് ചെയ്യണം, വിച്ച് ടേക്ക് ഓൾമോസ്റ്റ് 12 to 18 months ടു ഗെറ്റ് ദ PR. സോ ഇത് രണ്ട് ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് പ്രോസസ് ദേ വോണ്ട് ടു ഗോ, ദേ ഹാവ് ടു ക്രിയേറ്റ് ദ പ്രൊഫൈൽ. ഓക്കെ. സോ ഇപ്പോൾ കൂടുതൽ നമ്മൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഓഫർ സ്ട്രീമാണ്. സോ അവർക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ആവശ്യമില്ല, പക്ഷേ PNP പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. യെസ്, അവർക്ക് PNP പ്രൊഫൈൽ അവരെ എംപ്ലോയർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഇന്ന് തന്നെ പോയിട്ട് വേണമെങ്കിൽ പോർട്ടലിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ദേ ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഡ്രോ. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് PNP പോർട്ടൽ വഴി കൂടെ എക്സ്പ്രസ് എൻട്രി ആയിട്ട് അത് ഒരു റിലേഷനും ഇല്ല. നമ്മൾ Tier 4 ജോലി, ഓക്കെ. സോ
സോ Tier 4 ജോലി ചെയ്യുന്നവർക്ക് എക്സ്പ്രസ് എൻട്രിയിൽ പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ഇപ്പം നമ്മൾ ഇപ്പോൾ എക്സ്പ്രസ് എൻട്രി സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് Tier 0, 1, 2, 3 വരെയുള്ള ജോലിക്ക് മാത്രമേ എക്സ്പ്രസ് എൻട്രിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ Tier 4 പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗോൺ ഗെറ്റ് യു എനി പോയിന്റ്സ്. പക്ഷേ Tier 4 5 കുട്ടികൾക്ക് അവർക്ക് PNPs നോക്കാം. ഫോർ എക്സാമ്പിൾ ലോ സ്കിൽഡ് വർക്കർ PNP ആയി, ഇൻ ഡിമാൻഡ് സ്ട്രീം PNP ആയി. ആ PNP വഴി കൂടെ അവർക്ക് അവരുടെ Tier 3 ലൈക്ക് 4 5 ഉള്ള ജോബ് വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ PNP നോക്കാം. ബട്ട് അഗെയിൻ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് സെൻറ്ററിലുള്ള കുട്ടികൾക്ക് Tier 0, 1, 2, 3 ഫുൾ ടൈം ജോബ് എന്തായാലും വേണം ടു ക്ലെയിം ദ പോയിന്റ്സ്. സോ LMIക്ക് IELTSന് ആവശ്യമുണ്ടോ, ഒരു മിനിമം റിക്വയർമെന്റ്? ഞാനിപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയുന്നത് IELTS ഈസ് കമ്പൾസറി. പക്ഷേ ഇപ്പോൾ ലോ സ്കിൽഡ് വർക്കർ LMI ആണെങ്കിൽ ഇപ്പോൾ ഫാം അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട് പിക്കേഴ്സ് ആണ്, ഫാം വർക്കേഴ്സ് ആണ്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ LMIൻ്റെ ആവശ്യം ലൈക്ക് LMIൻ്റെ കൂടെ IELTS അല്ലെങ്കിൽ സെൽഫിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ദേ ഡോണ്ട് നീഡ് ടു ഷോ ദ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ദെയർ. പക്ഷേ ഇപ്പോൾ തന്നെ ഒരാളിപ്പോൾ ഒരു ഓഫീസ് വർക്കറാണ്, അഡ്മിൻ ആണ്, മാനേജറാണ്, വെയർ ഹൗസ് സൂപ്പർവൈസറാണ്, അവർക്കെല്ലാം അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ടു പ്രൂവ് ദാറ്റ് ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്, ദേ ക്യാൻ റൈറ്റ്, ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇംഗ്ലീഷ്. അതുമല്ല ഇപ്പം നമ്മളൊരു LMI നോക്കുകയാണെങ്കിൽ ഇതൊരു പാത്വേ അല്ല PR. LMI വെറും ഒരു 50 പോയിന്റ് എക്സ്പ്രസ് എൻട്രിയിൽ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഓൾവേസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ സംസാരിക്കുമ്പോൾ ഐ ഓൾവേസ് റെക്കമെൻഡ് them to do the IELTS ഫസ്റ്റ് വിത്ത് ദ ബേസ് CRS പോയിന്റ് ഓൺലി ഡു ദ LMI. പക്ഷേ ഇപ്പോൾ ലോ സ്കിൽഡ് വർക്കറാണ്, ഇപ്പോൾ ഫാം ഒരു ഫാക്ടറിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ദേ ഡോണ്ട് നീഡ് ദ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി. ഇതൊരു സ്പെഷ്യൽ ഡിമാൻഡ് ചോദ്യമാണ്. ഓക്കെ, സോ ഒരു കോൺട്രാക്ട് ജോലി, ഓക്കെ, കോൺട്രാക്ട് ചിലവർക്കാണെങ്കിൽ കോൺട്രാക്ട് ജോലിയാണ് അവർ കൊടുക്കുന്നത് എംപ്ലോയേഴ്സ്. സോ അത് നമുക്ക് PR-ലേക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി. ബട്ട് അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് ജോബ്. നൗ ഇപ്പോൾ എക്സ്പ്രസ് എൻട്രി നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ആവാം, ഫുൾ ടൈം ആവാം, കാഷ്വൽ ആവാം, കോൺട്രാക്ട് ജോലി ആവാം. പക്ഷേ ഇത് എല്ലാത്തിലും ആ ഒരു മെയിൻ കമ്പനീൻ്റെ എംപ്ലോയി ആയിരിക്കണം. സോ ഇപ്പോൾ വിചാരിച്ച ഒരു 6 മാസത്തെ കോൺട്രാക്ട് ജോലിയാണ് കിട്ടിയത്, പിന്നെ അവർ കൂട്ടി ആ 6 മാസത്തെ എക്സ്പീരിയൻസ് നമുക്ക് CCL കൺസിഡർ ചെയ്യാം. ഇഫ് ദ പേഴ്സൺ ഹാവ് എ പ്രോപ്പർ പേ സ്റ്റെപ്സ്, പ്രോപ്പറായിട്ട് പേറോൾ ടാക്സസ് അടച്ചിട്ടുണ്ട്, ലാസ്റ്റിൽ പോകുമ്പോൾ T4ഉം ROE കിട്ടിക്കഴിഞ്ഞാൽ ദെൻ യെസ് ദാറ്റ് കോൺട്രാക്ട് ജോബ് ഇസ് ഗുഡ്. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു IT ജോബിനെ എടുത്തു എന്ന് വിചാരിച്ചു. ഇപ്പോൾ മിക്കവാറും IT ജോബിൽ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ദേ മേ ഹയർ യു ആസ് എ കോൺട്രാക്ട്, ലൈക്ക് 12 മാസത്തെ ജോലിയാണ് ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ബട്ട് ദേ ആർ പേയിങ് യു ഓൺ എ പേറോൾ ബേസിസ് വെയർ യു ആർ പേയിങ് ദ ടാക്സസ് ആൻഡ് എവറിത്തിങ്. അതൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് കിട്ടണം, കമ്പനിയാണ് നിങ്ങളുടെ ടാക്സസ് എല്ലാം പേ ചെയ്തത്. സോ ഇൻ ദാറ്റ് കേസ് ആ എക്സ്പീരിയൻസ്, ആ 12 മാസം എക്സ്പീരിയൻസ് വിൽ ബി കൺസിഡർ ഇൻ ദ CC. പക്ഷേ ഇപ്പോൾ ഒരാൾ വിചാരിച്ചു ട്രക്കറാണ്, ദ പേഴ്സൺ ഈസ് ഡ്രൈവിംഗ് ദ ട്രക്ക് and to save the taxes the person is created an incorporation, getting the money in the incorporation now, and now through that the person wanted to apply for the PR. Unfortunately that will not be considered. മനസ്സിലായല്ലോ. സോ കുറേ പേര് വർക്ക് പെർമിറ്റിലൂടെ വന്നിട്ട് ഓക്കെ, സോ അവർക്ക് വേറെ ഒരു എംപ്ലോയറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി സ്വന്തമായിട്ട് PR വേണമെന്നുള്ളത് സെൽഫ് എംപ്ലോയിഡ് പോലെ. എമിഗ്രേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എങ്ങനെയായിരിക്കും അത് കാണുന്നത് വിഷ്ണു? സോ നല്ലൊരു ഐഡിയ ആണ്. ഇന്നോവേറ്റീവ് ആയ കുട്ടികളുണ്ട്, അവർ സ്റ്റഡി പെർമിറ്റിൽ വരുന്നു, വർക്ക് പെർമിറ്റിൽ പോയിട്ട് പിന്നെ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാം നല്ലതാണ്. ബട്ട് അഗെയിൻ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ചതുമായി തന്നെ അവർ ഫുൾ ടൈം ജോലി ചെയ്താൽ മാത്രം, അതും പേറോളിലാണെങ്കിൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് PR-ന് എക്സ്പീരിയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ബട്ട് ഇപ്പോൾ നിങ്ങൾ സ്വന്തം കമ്പനിയിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് എക്സ്പീരിയൻസ് വിൽ നോട്ട് ബി കൗണ്ടഡ് ബിക്കോസ് ഇറ്റ്സ് എ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സോ പറ്റണ അത്രയും ഇപ്പോൾ നിങ്ങളൊരു PR എക്സ്പ്രസ് എൻട്രി വഴി കൂടെ നോക്കുകയാണെങ്കിൽ പറ്റണ അത്രയും ഈ ഒരു എക്സ്പീരിയൻസിൽ ലൈക്ക് ആ വർക്ക് പെർമിറ്റ് ടൈമിൽ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പേറോളിൽ പ്രോപ്പറായിട്ട് എടുത്തിട്ട് PR എടുക്കാൻ നോക്കുക. ഓൺ സൈഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് മണി ത്രൂ ലൈക്ക് എ ബീം വർക്കിംഗ് ഫോർ സം വൺ. ബട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻകോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് സെൽഫ് എംപ്ലോയിഡ് ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണോ അതോ ചെയ്യാൻ പറ്റത്തില്ല? എക്സ്പ്രസ് എൻട്രിക്ക് നോക്കുകയാണെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് അത് എക്സ്ട്രാ മണി ഒരു ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഊബറിൽ വർക്ക് ചെയ്യണോ അതുമാതിരി നിങ്ങളൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഊബർ ഓടുന്നവർക്ക്, ഡോഡാഷ് ഓടുന്നവർക്ക്, സ്വിഫ്റ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാം, പക്ഷെ അത് എക്സ്പീരിയൻസിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അഗൈൻ ഇറ്റ്സ് എ ലോവർ സ്കിൽ ജോബ്. ഈയിടെയായിട്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് റിഫ്യൂസൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ പോളിസി കാരണമാണോ? ഈ ഒരു റീസെൻറ്റ് റിഫ്യൂസൽ നോക്കുകയാണെങ്കിൽ ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യണു
ദാറ്റ് ഓൾ ദീസ് റിഫ്യൂസൽ സഡൻലി ഇപ്പോൾ ലാസ്റ്റ് 1-1.5 മാസമായിട്ട് കുറേ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് റിഫ്യൂസൽ വരുന്നതിൻ്റെ ഒരു റീസൺ എന്തായാലും പബ്ലിക് പോളിസിയാണ്. ബിക്കോസ് ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ജനുവരി വരെക്കുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പൗസൽ ഓപ്പൺ വർക്ക് നല്ലൊരു അപ്രൂവൽ റേറ്റ് ഉണ്ടായിരുന്നു. അത് സഡൻലി ആണ് ഇപ്പോൾ ഒരു പബ്ലിക് പോളിസി വന്നപ്പോൾ തുടങ്ങിയത്. റീസെൻ്റ്ലി ഒരു 1-1.5 മാസമായിട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് റിഫ്യൂസൽ വിച്ച് ദാറ്റ് ഇപ്പോൾ കാനഡ മിക്കവാറും ഈ ടെമ്പററി റെസിഡൻറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസി ഇട്ടത്. അതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കും ഇത്ര റിഫ്യൂസൽ കൂടുന്നത്. അണ്ണാ എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് മലയാളം പറയാൻ പറഞ്ഞത്. മലയാളിക്ക് ഇംഗ്ലീഷ് തരുമോ? You have a house but no insurance. സോ സ്റ്റഡി പെർമിറ്റ് ഉള്ള ഇൻഡിവിജ്വൽസ് അവർ പബ്ലിക് പോളിസി വരുന്ന മുമ്പേ അവർ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തു. കഷ്ടകാലത്ത് അത് റിഫ്യൂസ് ആയി. സോ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു കേസിലുള്ള കുട്ടികൾക്ക് അൺഫോർച്ചുനേറ്റ്ലി നൗ ദേ ഹാവ് ടു വെയിറ്റ്. അവരിനി വർക്ക് പെർമിറ്റിൽ പോയാൽ മാത്രമേ അവർക്ക് ഇനി സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവരടുത്ത് പറയുന്ന ലൈക്ക് അവർക്ക് അവരുടെ സ്പൗസിനെ കൊണ്ടുവരികയാണെങ്കിൽ വിസിറ്റർ വിസ വഴി കൂടി ട്രൈ ചെയ്യുക. പക്ഷേ അതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അവർ കുട്ടികളെ കൊണ്ടുവരാൻ സ്റ്റഡി പെർമിറ്റ് ആയിക്കോട്ടെ ഡിപെൻഡൻറ്റ് വിസ ആയിക്കോട്ടെ അവർക്ക് അത് ചെയ്യാം. സ്പൗസിന് വേണ്ടി വിസിറ്റർ വിസ ചെയ്യാം. അത് തന്നെ അവർ വർക്ക് സ്റ്റഡി കഴിഞ്ഞാൽ മാത്രം അവർക്ക് പിന്നെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അവർക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡ് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കൂടി അപ്ലൈ ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയാം ഇഷ്ടംമാതിരി കുട്ടികൾക്ക് ഇപ്പോൾ റിഫ്യൂസൽ വരുന്ന സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ദർ ഇസ് നോ അതർ വേ അറൗണ്ട് വിസിറ്റർ വിസ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത്രേ ഉള്ളൂ വിഷ്ണു. ഇന്നത്തേക്ക് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചല്ലേ? No, it's my pleasure to give you the answers. I hope ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ കുട്ടികൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും എടുത്തു പോകും. എല്ലാവരും കുറച്ചെങ്കിലും ഒരു സ്ട്രെസ് റിലീഫാവും ഈ ഒരു വീഡിയോ കണ്ടിട്ട്. എല്ലാവർക്കും നന്ദിയുണ്ട് ഞങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ. എന്തെങ്കിലും ചോദ്യങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് ഇനിയും കാണുന്നവരെ ശുഭനിദ്ര, സുഖനിദ്ര. Take care. Bye.